അങ്ങനെ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന സിനിമ ഇന്ന് പോയി കണ്ടു. ഇത് ഇപ്പം പോയി കണ്ടേച്ച് വന്നുള്ളൂ. അന്നേരം കിട്ടിയ സിനിമ കാണാർക്ക് കിട്ടിയ ഒരു 3D ഗ്ലാസ് ആണ് ഇത് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഹോളിവുഡ് സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കാണണമെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്ന് ആഗ്രഹം സാധിച്ചു കിട്ടി. അപ്പോൾ ദൈവത്തിനടുത്ത് അതിന് നന്ദി പറയുന്നു. കാരണം സിനിമയൊക്കെ തിയേറ്ററിൽ പോയി ഒരുപാട് കണ്ടിട്ടുണ്ട്. ടെർബോ, ആവേശം, അങ്ങനെ വേറെ സിനിമ കണ്ടിട്ടുണ്ട്, തമിഴ്, മലയാളം. പക്ഷേ ഒരു ഹോളിവുഡ് സിനിമ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയി കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ സിനിമയുടെ റിവ്യൂ പറയാം. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫൊക്കെ മുഴുവനും സംഭാഷണം കാര്യങ്ങളാണ്. അവരിങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അങ്ങനെ എൻ്റെ പൊന്നോ ഭയങ്കരമായിട്ടൊരു ഇതാണ്. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അന്നേരമാണ് ഡിനോസേഴ്സൊക്കെ ഡീറക്സും ടീറക്സൊക്കെ പോപ്പുലറായി കൂടുതലായിട്ട് വരുന്നത്. എനിക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമ തുടങ്ങാൻ നേരത്തൊരു ഡീറക്സിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ബോറടിപ്പിക്കുന്നത്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയായാലും കണ്ടുകൊണ്ടിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. വേറെ വലിയൊന്നുമില്ല. വേറെ വലിയ നെഗറ്റീവായിട്ട് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. എടാ പിന്നെ വേറൊരു കാര്യമുണ്ടോ, സിനിമ പെട്ടെന്ന് തീർന്നു പോയതുപോലെ എനിക്കൊരു ഫീൽ തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഡോമിനിയനൊക്കെ ഇറങ്ങാറത്തില്ല ജുറാസിക് വേൾഡ്, ഏകദേശം 2.25 മണിക്കൂറുണ്ടായിരുന്നു. ഇത് കൃത്യം 2 മണിക്കൂർ 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. പെട്ടെന്ന് തീർന്നു പോയൊരു ഫീൽ തോന്നി. പിന്നെ മറ്റേ സംഭവമില്ലടാ, നമ്മുടെ 3D കാണാനല്ലാണ്ട് ലുലുമാൾ കൊച്ചിയിലൊക്കെ പോയി 4DX അങ്ങനെയൊക്കെ പോയി കാണുവാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. എൻ്റെ മോൻ അടിപൊളിയായിരിക്കും, കുറച്ചും കൂടെ ഇഷ്ടപ്പെടും. ഇതാകുമ്പോൾ ഇങ്ങനെ 3D ഗ്ലാസ് വെച്ചതേ അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. വലിയ കുഴപ്പമില്ല. ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടൊരു ഹോളിവുഡ് സിനിമയാണ്. എന്തായാലും തലക്കേടില്ല, കുഴപ്പമില്ല കേട്ടോ, കണ്ടിരിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം, അതെനിക്ക് ഉറപ്പാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് നമുക്ക് പറയാം. നമുക്ക് നല്ല PC കാര്യങ്ങളൊന്നും ഇല്ല എഡിറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇത് ഈ കാണുന്ന എൻ്റെ ബാക്ക് വശം കാണുന്ന ഈ റൂമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടു വരുന്ന. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റിവ്യൂ ഇനിയും കൊണ്ടുവരാം കേട്ടോ.